ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങൾ ഇന്ന് ആലപ്പുഴ ബീച്ചിൽ പോവുകയാണ്. കാരണം എന്താണെന്നറിയാമല്ലോ, ന്യൂ ഇയർ തകർക്കാൻ ഞങ്ങൾ പോവുകയാണ്. അതേ, ശിവമോളും വീണയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ശിവമോൾ ഓടിപ്പോയി. അപ്പോൾ വീണ, നമ്മളിന്ന് പോവുമല്ലേ, ബീച്ചിൽ പോവുമല്ലേ? ഞങ്ങൾ ഇന്ന് ബീച്ചിൽ പോവുകയാണ്. ഇനി ഞങ്ങൾ ബീച്ച് ഏത് വഴിയാവുമെന്ന് അറിയത്തില്ലെന്നാണ് വീണ പറയുന്നത്. ഇനി ഞങ്ങൾ ബീച്ചിൽ ചെന്നിട്ട് ബീച്ചിലെ വിശേഷങ്ങൾ, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ബീച്ചിലെ കിടിലം ഐറ്റങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്കും വലിയവർക്കും എല്ലാം അടിപൊളിയായിട്ട് സന്തോഷിക്കാൻ പറ്റിയ കുറേ ഐറ്റങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളെ കാണിക്കാം. നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഓക്കെ, നമുക്കിനി ബീച്ച് ചെന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ രാഷിൻ്റെ മൈക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും SVR റേഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ചങ്ങോട്ടേക്ക് മാറ്റിയാണ് ബസ് നിർത്തിയത്. ബ്ലോക്ക് ആയതുകൊണ്ട് ഒത്തിരി അടുത്തേക്ക് വന്നില്ല. ശിവയ്ക്ക് നടക്കാൻ മേലെ, ശിവ കാണുന്നിടത്തെല്ലാം മാറി മാറി ഇരിക്കുക. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് ഒരു റിസോർട്ടിൻ്റെ വാതിക്കൽ കണ്ടതാണ്. ഇത് നല്ല രസമില്ല കാണാൻ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ. ശിവയ്ക്ക് അതിൽ തുടരണമെന്നുണ്ടായിരുന്നു, പക്ഷെ തൊട്ടില്ല. ഇതാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച്. അറിയാത്തവരോടാണേ. ആലപ്പുഴക്കാരെ സംബന്ധിച്ച് കുറച്ചുകൂടി മാറ്റുകൂട്ടിയ ഒരു പുതുവത്സരം ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ രീതിയിലുള്ള റൈഡുകൾ, ഒത്തിരി പ്രോഗ്രാംസ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഈ പ്രാവശ്യം. അത് കണക്കൊരു വെറൈറ്റിയാണ് ദേ ഈ കാണുന്നത്. ഇതിൻ്റെ പേരാണ് സ്കൈ ഡൈനിങ്. താഴേന്ന് ഏകദേശം ഒരു 130 അടി ഉയരത്തിലാണ് ഇതുള്ളത്. ആലപ്പുഴയിലെ മൊത്തം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ജ്യൂസോ സ്നാക്സോ ഒക്കെ കഴിച്ചുകൊണ്ട് ആലപ്പുഴയുടെ മൊത്തം സൗന്ദര്യം ഇവിടെ ഇരുന്ന് ആസ്വദിക്കാം. 300 രൂപയാണ് ഇതിൻ്റെ ഫീസ് കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ കണ്ട്, എനിക്കിത് കണ്ടപ്പോഴേ എൻ്റെ കിളി പോയി. ഞങ്ങൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ നടന്ന് സമയം വൈകും തോറും ആൾക്കാരുടെ എണ്ണവും കൂടി വരിക കേട്ടോ. ഇതൊരു 6:30 ടൈമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ കയറി ചായയും മുളക് ബജ്ജിയും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ചായയും മുളക് ബജ്ജിയൊക്കെ കഴിച്ചപ്പോൾ ശിവ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കും. എനിക്ക് അതിൽ കയറണം, ഇതിൽ കയറണം, എനിക്ക് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഇത് മേടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശിവയുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കേട്ടോ. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മുടെ ആലപ്പുഴ ബീച്ച് കാർണിവലിൻ്റെ പുറത്തുള്ള ഒരു കാഴ്ചയാണ്. ഇത് കാണാൻ കണ്ടോ, ഇതിൻ്റെയൊക്കെ എന്ത് നല്ല ഫിനിഷിംഗ് ആണെന്ന് നോക്കി, എന്ത് ഭംഗി ഇതിനെയൊക്കെ കാണാൻ. ഒരുപാട് പേര് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടപ്പുറത്തൊരു ആൾ നിൽക്കുന്നത്. കണ്ടോ, നമ്മുടെ ഗൊറില്ല ചേട്ടൻ. ഇതിൻ്റെയൊക്കെ ഫിനിഷിംഗ് ആണ്, എന്ത് രസമാണ്. ഇതൊക്കെ പുറത്തെ കാഴ്ചകളാണ്. അകത്ത് പാമ്പ്, കിളി, അവതാർ വേൾഡ്, അങ്ങനെ പല കാര്യങ്ങളും. ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. അങ്ങനെ പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. പിന്നെ പല തരത്തിലുള്ള വെറൈറ്റി ഫുഡ്, വെറൈറ്റി എന്ന് വെച്ചാൽ പല വെറൈറ്റി, പല സ്ഥലങ്ങളിലെ ഫുഡ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിരുന്നു. അത് കണക്ക് ഗെയിംസും, പല വെറൈറ്റി ഗെയിംസും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ശിവൻ ഞങ്ങളെ ഒരു റൈഡിൻ്റെ അടുക്കെ കൊണ്ടുവന്ന്. ശിവയ്ക്ക് ഈ റൈഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ കയറാം. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ആകാശ ഊഞ്ഞാൽ, അതെനിക്കറിയാം. ഇതിൽ ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. നോക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്ര അടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൽ കയറാൻ ഒരുപാട് ആളുണ്ടായിരുന്നു. ക്യൂ ആയിരുന്നു ആൾക്കാർ. ശിവ അങ്ങനെ ഒരു റൈഡിൽ കയറാൻ വേണ്ടി അതേ പാസ്സൊക്കെ മേടിച്ചുകൊണ്ട് പോകണം. ഇതിനെന്തോ 70 80 എന്തോ രൂപയാണ് ഇതേ ഇതിൽ കയറുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കയറുന്നത്. ഡേഞ്ചറാണോ എന്ന് വെച്ചാൽ ഡേഞ്ചറാണ്. എന്നാലും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്താ ഇങ്ങനെ തത്തി പോകുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്മസ് അവധിയും പുതുവത്സരവും ഒരുപോലെ അടിച്ചു പൊളിക്കണം എന്നുള്ളവർ നേരെ ഇങ്ങനെ ആലപ്പുഴയിലേക്ക് വിട്ടേക്ക്. ഇവിടെ സംഭവം സെറ്റാണ്. എല്ലാം ഒരു കൊടക്കീടിലെന്ന് പറയുന്ന പോലെ ഇവിടെ എല്ലാം ഉണ്ട്. ശിവ ഞങ്ങൾ ക്യാമറ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശിവ അപ്പുറത്തേക്ക് പോകും, അപ്പുറത്തേക്ക് വരുമ്പോൾ ഇപ്പുറത്തേക്ക് വരും. അങ്ങനെ ഒരു ഒളിച്ചുകളിയായിരുന്നു ഇവിടെ. ബീച്ച് ഫെസ്റ്റ്, കനാൽ ഫെസ്റ്റ്, കായൽ ഫെസ്റ്റ്. ആലപ്പുഴ എപ്പോഴും ബിസിയാണ് കേട്ടോ. ഒട്ടും സമയം നമുക്ക് വേസ്റ്റ് ആവത്തില്ല. ഇവിടെ വന്നാൽ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരിക്കാം. അത്രയ്ക്ക് നല്ലൊരു സ്പോട്ടാണ് ഇവിടെ. കണ്ടവർ വീണ്ടും കാണുമ്പോൾ ഈ കാണാത്ത നീ എന്തിനാണ് ഈ മാമൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നത്? ഇത് ഈ മരണക്കിണർ എന്ന സെഗ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തെ അനൗൺസ്മെൻ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് നമ്മുടെ ആകാശ ഊഞ്ഞാലെന്ന് വെച്ചാൽ ആൾക്കാരെപ്പോഴും ഇങ്ങനെ സീറ്റ് പിടിച്ചിരിപ്പാണ്. ഒരു ആൾക്കാർ ഇറങ്ങുമ്പോൾ അടുത്ത ആൾക്കാർ കയറും. ശിവ അങ്ങനെ ഓരോരോ ഗെയിം ഇങ്ങനെ നോക്കി. ശിവയ്ക്ക് ഇതിനകത്തൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങിയില്ല. അങ്ങനെ ശിവ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. രാഷ്ട്രീയ ആ സമയം കൊണ്ട് നമ്മളുടെ ഈ ചോളം ഒക്കെ വിൽക്കുന്ന കടയിലെ ഒരു ചേട്ടനാണ് ഇത്. ആ ചേട്ടനോട് നമ്മുടെ ചാനലൊക്കെ, ആ ചേട്ടൻ നമ്മളോട് ചാനലെല്ലാം ചോദിച്ചു. നമ്മളെല്ലാം സബ്ബെല്ലാം ചെയ്തു. അപ്പോൾ ആ ചേട്ടനുമായിട്ട് പരിചയപ്പെട്ടു. നല്ല വൈബുള്ള ഒരു ചേട്ടൻ കേട്ടോ. പാവം, നമ്മളെ കണ്ടിട്ട് നേരത്തെ എന്തോ പരിചയമുള്ള പോലുള്ള സംസാരമൊക്കെ ആയിരുന്നു കേട്ടോ. സബ്ബാക്കിയിട്ടുണ്ടെന്നാണ് ഈ ആംഗ്യ ഭാഷയിൽ എൻ്റെ ഭർത്താവ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പേരെന്താന്ന് എനിക്ക് ഇവിടുത്തെ ഒട്ടുമിക്ക സാധനങ്ങളുടെയും പേരറിയത്തില്ല. തിന്നാനേ അറിയത്തുള്ളൂ, പേരറിയത്തില്ല.
അപ്പോൾ അത് മേടിച്ചപ്പോഴേ അതിൻ്റെ പാത്രമാണ് ഇത്. പക്ഷെ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴേ നമുക്ക് ഇത് പാത്രമല്ല, ഇത് ഒരു തരം ഇലയാണ്. ആ 2 ഇല കൂട്ടി വെച്ചിട്ട് അവരിങ്ങനെ പാത്രം പോലെ ഇങ്ങനെ മടക്കി വെച്ചേക്കുവാണ്. കൊള്ളാമല്ലേ, നല്ല വെറൈറ്റി അല്ലേ ഇത്. പിള്ളേർക്ക് ഒരു എക്സിബിഷനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകും അല്ലേ, നല്ല ഒരു ഇത്. നമ്മളിത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്. ബീച്ച് കാർണിവലിൻ്റെ അടുത്തൊരു സംഭവമാണ് തോട്ടിവഞ്ചി എന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര് കേട്ടോ. അതിലും ഇത് തന്നെ, ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ക്യൂ നിൽപ്പം അതിലും കയറാൻ വേണ്ടി. ഇത് നമുക്ക് സൗണ്ട് വെക്കാൻ പറ്റില്ല, എല്ലാവരും ഇങ്ങനെ ആഹ്ലാദത്തിൽ കിടന്നിങ്ങനെ കൂവാണ്. അപ്പോൾ നമുക്ക് സൗണ്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്നത്. അതിങ്ങനെ മൊത്തത്തിൽ നമ്മൾ അതിൻ്റെ അടുത്തതേ കണ്ടോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെ എല്ലാം നോക്കി ഇങ്ങനെ ഇതിൻ്റെ പേരെന്തുവാന്ന് പോലും അറിയത്തില്ല, എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. ശിവ ഏതിൽ കയറണമെന്നുള്ള കൺഫ്യൂഷനിലുള്ള ഓട്ടമാണ്. അപ്പം ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ധൈര്യമായിട്ട് ആലപ്പുഴയിലേക്ക് പോയേക്ക്. നിങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് വേസ്റ്റ് ആവത്തില്ല. അത്രയും സൂപ്പർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രായമായ ആളുകളില്ലേ, അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമോ. ചിലവർ ചില ഇതിലൊക്കെ ചില റൈഡിലൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണുന്ന ആ ഒരു നിഷ്കളങ്കതയോടുള്ള ചിരി അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ നേരം അവിടെയൊക്കെ മാറി ഇരുന്ന് പിന്നെ നമുക്കപ്പം തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ദാഹിച്ചു. അപ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും കണ്ടു ഈ കുലുക്കി സർബത്തിൻ്റെ ഓരോരോ വെറൈറ്റി ഫ്ലേവറാണ്. പിന്നെ മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ശിവ ബൈക്കിൽ കയറി ചുമ്മാ ഇരുന്ന് ഓർത്താൽ മതി, അവർ വട്ടം കറക്കിക്കോളും. ഇരിപ്പൊക്കെ കണ്ട അവൾ ഓടിക്കുന്നൊരു ഭാവനയാണ്. അങ്ങനെ ശിവ ബൈക്കൊക്കെ ഓടിച്ച് അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാൻ മേല, ഞാൻ വികലാംഗയായി. അങ്ങനെ അവിടുന്ന് തിരിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ ശിവയ്ക്ക് കുറച്ച് നേരം കടൽ കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരം കടലൊക്കെ കണ്ടു, കപ്പലണ്ടിയൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഇവിടുന്ന്. അപ്പോൾ രാത്രി ഇപ്പം എന്തായാലും സമയം ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുക. ഒത്തിരി നേരം നിന്നാൽ ബസ്സിനല്ലേ വന്നത്, തിരിച്ച് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പം നമുക്ക് പോകേണ്ട ബസ് ഇരട്ടക്കുളങ്ങര ബസ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളാത്ത വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആവില്ല, ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കൂടാതെ ഹാപ്പി ന്യൂ ഇയർ.